ബി.ജെ.പിയുടെ ആദ്യ അക്ഷരം ബി ആണെങ്കിലും ബീഫ് എന്നും ബി.ജെ.പിക്ക് ഒരു ഭീഷണിയാണ്. ബീഫിന്റെ പേരിലുണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചില്ലറ ഒന്നുമല്ല. ഇതാ ഈ തിരഞ്ഞെടുപ്പിലും അവരുടെ വിഷയം ബീഫാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ബീഫ് കഴിക്കാനുള്ള അവകാശം നൽകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും ഇത് ഗോവധം അനുവദിക്കുന്നതിന് തുല്യമാണെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രസ്താവനകളിലെ ന്യൂനപക്ഷങ്ങൾ എന്ന ഒറ്റ വാക്കിൽ നിന്ന് മനസ്സിലാകും യോഗി ഉദ്ദേശിച്ചത് 14% വരുന്ന മുസ്ലിം വിഭാഗത്തെയാണെന്ന്. കൂടുതൽ മക്കളെ പെറ്റുകൂട്ടുന്നവരെന്ന് നിങ്ങളുടെ മോദിജി പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ മാംസം തിന്നുന്ന പിശാചുക്കളാക്കി സമൂഹത്തിൽ ചിത്രീകരിക്കുന്നു. ഇക്കണക്കിനാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഭരണഘടനയിൽ പോലും ബീഫ് കഴിക്കുന്നത് കുറ്റകരമാക്കുകയും അതിനുള്ള ശിക്ഷയും വകുപ്പും നിങ്ങൾ എഴുതി ചേർക്കുമോ എന്ന് പോലും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. സംബാൽ ലോക്സഭാ മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി പരമേശ് ലാൽ സൈനിക്ക് പിന്തുണ തേടി മൊറാദാബാദ് ജില്ലയിലെ ബിലാരിയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു ആദിത്യനാഥ്. ആദിത്യനാഥിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ നാണം കെട്ട ആളുകൾ പശുമാംസം കഴിക്കാനുള്ള അവകാശങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം നമ്മുടെ വേദങ്ങൾ പശുവിനെ അമ്മ എന്ന് വിളിക്കുന്നു. പശുക്കളെ കശാപ്പുകാരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇന്ത്യ എന്നെങ്കിലും ഇത് അംഗീകരിക്കുമോ എന്നാണ് ചോദ്യം. ഇതിൽ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ 2 ലംഘനം ബി.ജെ.പി കാണിച്ചിരിക്കുന്നു എന്ന് വ്യക്തവുമായിട്ട് നമുക്ക് മനസ്സിലാകും. ഒന്ന്, മറ്റൊരു മതത്തെ വ്രണപ്പെടുത്തലും, മറ്റൊന്ന് മതത്തെ വെച്ച് വോട്ട് ചോദിക്കലും. ഇതിനൊന്നുമെതിരെ സംസാരിക്കാൻ ആളില്ല എന്ന ധൈര്യമാകാം വീണ്ടും വീണ്ടും ഈ മുസ്ലിം അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ. ഇതുകൂടാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വിദ്യാഭ്യാസപരമായ അവസ്ഥയെക്കുറിച്ച് പഠിക്കാനായി 2005 മൻമോഹൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ തെറ്റാണെന്നും യോഗി വാദിച്ചു. വീട്ടിൽ 4 മുറിയുണ്ടെങ്കിൽ അതിൽ 2 അവർ തട്ടിയെടുക്കുമെന്നും മുസ്ലിംകളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നിലനിൽക്കെ യോഗി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ബീഫിന്റെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ പകുതിയിലധികവും മുസ്ലിങ്ങൾക്കെതിരെ ആയിരുന്നു. ആക്രമണങ്ങളിൽ 97% നടന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷമാണ്. 32 ആക്രമണങ്ങൾ ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്നതും ശ്രദ്ധേയം തന്നെ. സംഘം ചേർന്ന് അടിച്ചുകൊല്ലൽ, പശു സംരക്ഷകരുടെ ആക്രമണം, മോഷ്ടിച്ചെന്നാരോപിച്ചുള്ള ആക്രമണം എന്നിവയ്ക്ക് പുറമെ ബലാത്സംഗം വരെ പശുവിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ്, ദില്ലി, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പശുവിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ കൂടുതൽ നടന്നത്. ഇതിൽ 63-ൽ പകുതിയിലധികവും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത് ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ബീഫ് വിട്ടൊരു കളിയും ബി.ജെ.പിക്കില്ല. ബീഫെന്നും പശു സംരക്ഷണമെന്നും പുറമോടി നൽകിക്കൊണ്ട് മുസ്ലിംകളെ കത്തിച്ചും അടിച്ചും നശിപ്പിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് ഒരിക്കലും നമ്മൾ പിന്തുണ നൽകരുത്. കാരണം ആഹാര സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കുന്ന ഒരു ഭരണകൂടം അത് നമുക്ക് ആവശ്യമോ എന്ന് ചിന്തിച്ചു നോക്കുക.